ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് വനോത്സവിലെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ? മരത്തിൻ്റെ ഒരുപാട് ഡിഫറെൻ്റ് ആൻഡ് വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റിയൊരു ഷോപ്പാണ് കേട്ടോ ഇത്. നമ്മുടെ കീസൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റിയ പല പല മോഡലുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഇതിൻ്റെ റേറ്റ് എല്ലാം ഡിഫറെൻ്റ് ആണ് കേട്ടോ. തിരിച്ചത് ഈ കാണുന്നത് മരത്തിൽ തീർത്തൊരു മണി ബാങ്ക് ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ പണ്ടത്തെ കൊടുക്ക ഇതിന് വരുന്നത് ഒരു 650 റേഞ്ചാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ചെറിയ വുഡൻ സ്പൂണിനൊക്കെ 4 എടുത്താൽ 100 റുപ്പീസാണ് കേട്ടോ ഗൈസ്. കുറച്ചും കൂടി വലിയ സ്പൂണിന് കുറച്ചും കൂടി റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പണ്ടത്തെ ടൈപ്പ് ഒരു തവിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അധികം ആരും കേൾക്കാത്തൊരു സാധനമായിരുന്നു നാഴി ഇടങ്ങഴി. നാഴി നമ്മൾ കേട്ടിട്ടുണ്ട്, ഇടങ്ങഴിയാണോ കറക്റ്റ് എനിക്കറിയത്തില്ല ഗൈസ്. അങ്ങനെ എന്താ ചേട്ടൻ പറഞ്ഞു. ഇതിൻ്റെ റേറ്റ് വരുന്നത് വലുതിന് 850 ആണ് കേട്ടോ. പിന്നെ ഈ ഒരു ഇത് നമ്മുടെ പുട്ടൊക്കെ ഉണ്ടാക്കണ ഇത് പണ്ട് മുതലുള്ളതാണ്, പക്ഷേ ഇതിൻ്റെ അടിയിൽ ബ്രാസിൻ്റെ മെറ്റീരിയലാണ്, കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വനോത്സവിൽ പോകണമെങ്കിൽ ഈ കടയിൽ തീർച്ചയായും കയറണം കേട്ടോ. ഉത്സവിൽ ഒരുപാട് ഷോപ്പുകളുണ്ട് ഗൈസ്. ഞാൻ പക്ഷേ കുറച്ച് മാത്രം എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ കുറച്ച് ഷോപ്പുകൾ മാത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അതിൽ തന്നെ ജ്വല്ലറി തന്നെ ഒരുപാടുണ്ടായിരുന്നു, ക്ലോത്തിങ് ഒരുപാടുണ്ടായിരുന്നു. ഈ ജ്വല്ലറി സെയിൽ ചെയ്യുന്നവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നിങ്ങളവിടെ പോകുമ്പോൾ ഒട്ടും മിസ് ചെയ്യാണ്ട് കയറേണ്ട ഒരു ഷോപ്പാണിത് ഇവരുടെ. ഇവർ കണ്ടാൽ രാജസ്ഥാനി പിള്ളേരെ പോലെ തോന്നുമെങ്കിലും ഇവരെല്ലാവരും നമ്മുടെ മലയാളി ടീംസാണ് കേട്ടോ, മലയാളി കുട്ടികൾ. ഇവർ തന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു ഗൈസ്, ടേസ്റ്റ് ചെയ്യാൻ പൊളി ഐറ്റമായിരുന്നു. ഒരു പീനട്ടിൻ്റെയൊക്കെ ഇത്രയും ടേസ്റ്റുള്ള സാധനം കഴിച്ചാൽ പിന്നെ എങ്ങനെ വാങ്ങാണ്ട് പോവും ഗൈസ്. അപ്പോൾ നമ്മളതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എപ്പോഴും ഈ എക്സിബിഷനൊക്കെ കാണുന്ന പോലെ പപ്പടം, അച്ചാർ, ആ സ്റ്റോറൊക്കെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു തേനിൻ്റെ ഒരു സംഭവം കേട്ടോ. ജിഞ്ചർ ഹണി അല്ലേ, ഇത് ഡൈജഷനൊക്കെ ഹെൽപ്പാണ്. പിന്നെ തൊണ്ടവേദന, ചുമയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ആശ്വാസമായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ വെയിറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വെയിറ്റ് മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് എന്തോ ഫേസിൽ അപ്ലൈ ചെയ്യാം. 10 to 15 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്താൽ സ്കിന്നൊക്കെ ഗ്ലോ ആവും. രണ്ടെണ്ണം വെച്ചാൽ ആ ഒരു ബോട്ടിൽ അല്ലേ, 2 ബോട്ടിൽ എടുത്താൽ 600 റുപ്പീസ്. ഒരെണ്ണത്തിന് 350 ആണ്. കോംബോ ഓഫറായിട്ട് 2 എടുക്കുകയാണെങ്കിൽ 600 റുപ്പീസ്. ഈ കമ്പനി ട്രിവാൻഡ്രോളാണോ? കമ്പനി ട്രിവാൻഡ്രോളാ അല്ലേ? കിലോ 380. 250 രൂപ, 550 രൂപ അല്ലേ? 350 രൂപ വരും. വെളിച്ചെണ്ണ പ്യൂർ കോക്കനട്ട് ഓയിലാണ്, കമ്പനിയുടെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വെളിച്ചെണ്ണ. പുറത്താണെങ്കിൽ 440 അല്ലേ? MRP 440. കടയിൽ 400 രൂപ റേഞ്ച് ഒക്കെ ആയിരിക്കും. 400, 420 രൂപയൊക്കെ ആയിരിക്കും. എടുത്തോ, 2 എടുത്തോ. സൂപ്പർ വെളിച്ചെണ്ണ. കയ്യിൽ പേസ്റ്റ് പോലെ ചെയ്യണം. രാത്രിക്ക് പെട്ടോറ് 15 ദിവസം കഴിച്ചാലെല്ലാം പാടുകൾ പോകും, പിന്നെ മോട്ടോറ് വരാതെ ഇരിക്കും. മൈജിയുടെ ആണല്ലോ ഇത്. മെയിൻ കണ്ടിട്ട് ജന്തപാലയാണ്. ജന്തപാല, അലവര, കോക്കനട്ട് ഓയിൽ അടുപ്പിച്ച് 3 ദിവസം ഉപയോഗിക്കണമെങ്കിൽ നിശേഷം മാറ്റി. ഓർഗാനിക്കാണ്, ആയുർവേദിക്കാണ്. റേറ്റ് വരുന്നത് 300. എന്തേ മോളെ? കറുത്തപാട്, കരിവാളിപ്പ്, കരിമംഗലം. വെള്ളം തളിച്ചിട്ട് സോപ്പ് ഇങ്ങനെ റബ്ബ് ചെയ്യണം. താൻമാറ ഫേസ് വാഷ് കൈവക്ക് കറ്റാവാടിയാണ്, ഹെർബൽ ആൻഡ് നാച്ചുറൽ. സൈഡ് എഫക്ട്സും കെമിക്കൽസ് ഒന്നുമില്ല. മുഖത്തും കഴുത്തിലും വെള്ളം തള്ളി സോപ്പ് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് മസാജ് ചെയ്യുക. ക്രീം ആയി കഴിഞ്ഞാൽ കഴുകിക്കളാണ്. ഇവിടെ വെള്ളം പ്രാക്ടിക്കലല്ല, അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പറുണ്ട്. ഇത് ക്രീം സോപ്പ്, പതയില്ലാത്ത സോപ്പ്, ഹാൻഡ് മെയ്ഡ് സോപ്പ്. ടിഷ്യൂ അവിടെ കറ്റാവാഴ, മുൾട്ടാനി മെറ്റി, റെഡ് സാൻഡ് സോപ്പ്, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ.
അലവേര, മുൾട്ടാനി മിട്ടി, റെഡ് സാൻഡ്, മഞ്ചസ്, കോക്കനട്ട് ഓയിൽ എല്ലാം കൂടി കഷായം കൊണ്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് വ്യത്യാസം നോക്കി കഴിക്കുള്ള മെനിയും ക്ലിയറൻസ് സ്മെൽ നോക്കി എല്ലാം ഉണ്ടോ? നോക്കട്ടെ. ജെല്ലപ്ലയാ ഡാർക്ക് സർക്കിളില്ലേ കണ്ണിൻ്റെ അടിയിലെ മുഖത്ത് കഴുത്തി ചുറ്റുള്ള ബ്ലാക്ക് രാത്രി കിടക്കണതിന് മുമ്പ് സോപ്പിട്ട് മുഖത്തും കഴുത്തിലും വെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി കുറച്ച് ജെല്ല് ഇങ്ങനെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ജെല്ല് 2 മിനിറ്റ് ഉണങ്ങിയിട്ട് കിടക്കാം. രാവിലെ ആകുമ്പോൾ സോപ്പിട്ട് കഴുകിക്കണം. അപ്പോൾ കണ്ണിൻ്റെ അടിയിലെ മുഖത്തെയും കഴുത്തി ചുറ്റുമുള്ള ബ്ലാക്ക് ഷേസ് പിമ്പിൾസ്, പിമ്പിൾസിൻ്റെ പാട്, ചിക്കൻ ബോക്സിൻ്റെ പാട് 2 ആഴ്ച അടുപ്പിച്ച് വരും. ഒരു തിളക്കം ഉണ്ടാവും, കളറും വയ്ക്കും. ആ കൈയിട്ട് കൈ കിളമ്പനെയും ക്ലിയർ കാണിക്കും. കയ്യാൻ ചിങ്ങാട്ട് തിളക്കം വന്നിട്ടുണ്ടോ? ചേട്ടാ കൈ നോക്കി. ഞാൻ പറഞ്ഞ മോൻ കഴുകാൻ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കുളിക്കാനും വെക്കാൻ, സ്കിൻ ഡിസീസ്, ചൊറിച്ചിൽ, കൈ നോക്കട്ടെ. വലിയ വ്യത്യാസം ഉണ്ടോ? കൈ കിളമ്പനെയും ക്ലിയർ കാണിക്കണം. ഹാൻഡ് മെയ്ഡ്സ് ഓഫ് തൃശ്ശൂർ തീർന്നു ഞാൻ ഡോക്ടറിൻ്റെ നമ്പർ വിളിക്കാം. കൊറിയർ എൻ്റെ കയ്യിലിപ്പോൾ തേച്ച് വന്ന ഒരു പ്രൊഡക്റ്റാണ് ഗൈസ് ഇത്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മൂക്ക് കടയെടുത്തില്ലേ, അപ്പോൾ ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് നല്ലോണം മൂക്കിൻ്റെ അടുത്ത് വെച്ചിട്ട് നല്ല ബ്രീത്ത് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ മൂക്കൊക്കെ ഒന്ന് ഓപ്പൺ ആകും, ഒരു റിലീഫ് കിട്ടും നമുക്ക്. പിന്നെ തലവേദനയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്കൊന്ന് തേക്കാം കേട്ടോ. ഈ ഒരു ഷോപ്പിൽ ഓർഗാനിക്കായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കുക്കുംബർ ജെല്ലാണ്, അതുപോലെ അലോവേര ജെല്ലുണ്ട്, പിന്നെ സോപ്പുണ്ട്, അലോവേരയുടെ ഉണ്ട്, ഗ്ലിസറിൻ്റെ ഉണ്ട്. ഇത് 3 എടുത്താൽ 100 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ റേറ്റ് അത്ര ക്യൂട്ടല്ല, കുറച്ച് കൂടുതലാണ്. അവരെന്തോ ഒരു മെറ്റീരിയലാട്ടോ പറഞ്ഞത്, ഞാൻ മറന്നുപോയി, സോറി. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് കൂടുതലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഹിന്ദിക്കാരുടെ കുറച്ച് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഫോൺ കേസിൻ്റെ. പിന്നെ സാരി, ബാഗ് അതൊക്കെ ഒരുപാടുണ്ട് ഗൈസ്. പിന്നെ ഈ കാണുന്ന ജ്വല്ലറിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ID അഫ്സൽ ജ്വൽസ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാ വഴി വാങ്ങാം കേട്ടോ. പിന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉള്ളൊരു ഷോപ്പായിരുന്നു ഈ ഒരു ബുക്സിൻ്റേത്. ഇവിടെ 50 റുപ്പീസ് മുതലാണ് കേട്ടോ ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 100 റുപ്പീസിന് 3 ബുക്സ്, 200 റുപ്പീസിന് 3 ബുക്സ്, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ബുക്സ് ഉണ്ടായിരുന്നു. GK ബുക്സ് ഉണ്ട്, പിന്നെ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ബുക്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ 150 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ഡിസ്കൗണ്ട്സും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കടയാണ് ഈ ഒരു അച്ചാറിൻ്റേത് കേട്ടോ. നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ തന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റേറ്റ് വരുന്നത് 150 ആണ്. 150 ഇച്ചിരി കൂടുതലാണെന്ന് വെച്ചാൽ ആയിരിക്കും ഗൈസ്. പിന്നെ അവലോസുടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വാങ്ങണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുളയരിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു അവലോസുടിയാണ്. മുളയരി, ചക്ക, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു സൂപ്പർ അവലോസുടിയാണ് ഇത്. ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടത് നമ്മൾ വാങ്ങിച്ചിട്ടോ. 200 റുപ്പീസാണെന്ന് തോന്നുന്നത്. എന്തായാലും സൂപ്പറാണ് ഗൈസ്, തീർച്ചയായും വാങ്ങണം കേട്ടോ. റേറ്റ് ഒക്കെ വരുന്നത് ഇതൊക്കെ റെസ്റ്റാർട്ടാണ്. ഞങ്ങൾ 1000 ആണ് പറയുന്നത്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 850 ആണ്. ബാക്കി റെസ്റ്റാർട്ട് എല്ലാം 1000. ഈ ഇരിക്കണെല്ലാം 1000 അല്ലേ? ഫ്രെയിമിനനുസരിച്ചുള്ള ഇതെന്താണെന്നോ ഗൈസ്, നമ്മുടെ തെങ്ങിലെ പൂങ്കുലില്ലേ, അതിൽ നിന്ന് എന്തോ ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റമാണ് ഗൈസ്. അതിന് 50 റുപ്പീസാണ്. പിന്നെ അതെ, ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം പണ്ട് നമ്മൾ ചെറുതായിരുന്നപ്പോൾ ഈ കശുമാങ്ങയൊക്കെ എടുത്ത് കശുവണ്ടി എടുത്തിട്ട് നമ്മൾ അടുപ്പിലിട്ട് ചൂടാക്കി പൊട്ടിച്ചെടുക്കത്തില്ലേ, ആ ഒരു ഓർമ്മ വന്നു കേട്ടോ. പക്ഷെ പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കശുമാങ്ങ പോലും ഒന്നും കാണാനില്ല ഗൈസ്. പിന്നെ ഇപ്പം നമുക്ക് കിട്ടുന്ന കശുവണ്ടി ഒറിജിനൽ ആണോ എന്ന് ഒരു ഡൗട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം തരുവാന്ന് ചോദിച്ചു, ആ ചേട്ടൻ തന്നു, ഞാൻ കഴിച്ചു. പക്ഷേ വാങ്ങിയില്ല ഗൈസ്, ക്യാഷിനോട്ട് അങ്ങനെ കഴിക്കാൻ പാടില്ല എനിക്ക്. അപ്പോൾ അത് ½ kg 500 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇതേ വാങ്ങിച്ചൊരു ഐറ്റം കേട്ടോ ഇത്. ഇതിന് വലിയ മധുരമൊന്നുമില്ല, നല്ല മൈൽഡായിട്ടുള്ളൊരു സ്വീറ്റാണ്. അത് പേരെന്തൊക്കെയാണ്, ആഷു ബർക്കി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചായിരുന്നു, അവർ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാക്ക് വാങ്ങിച്ചു. പിന്നെ അടുത്തതായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ. ബ്ലോപ്പെന്നോ അങ്ങനെ എന്തോ ആണ്.
ഇതിന് 200 റുപ്പീസാണ്. കുട്ടികൾക്കൊരു ടി വിയിൽ നിന്നുള്ളൊരു ചേഞ്ച് ആയിരിക്കും. കുറച്ച് ദിവസമൊക്കെ കളിക്കുമായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കളിക്കുമായിരിക്കും. ഇവിടെ ഒരു ദിവസം കളിച്ചുള്ളൂ കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം കേട്ടോ ഈ ഒരു നെബുലൈസർ. ഇതിന് 450 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. പിന്നെ പുതുതായിട്ടല്ല, ഇത് പുതുതായിട്ട് ഇറങ്ങിയതല്ല, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു കീൽസിൻ്റെ. ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയത് ഒരു ഖൈത്തറയുടെ ഒരു കടയുണ്ടായിരുന്നു ഗൈസ്. അവിടെ 3 മുണ്ട് 500 റുപ്പീസിനാണ് കേട്ടോ. വീഡിയോ ഉണ്ടെന്ന് മിസ്സായിപ്പോയി, പക്ഷെ അതൊരു നല്ലൊരു ഷോപ്പാണ്. നിങ്ങൾ പോയാൽ എന്തായാലും കയറി ഗൈസ്. ഇനി ഫുഡ് കോർട്ടല്ലേ? ഇനി ഉണ്ടോ? വേറെ ഉണ്ടോ? ആഹാ. തുടങ്ങുന്നത് ഫുഡ് കോർട്ടാണ് ഗൈസ്. ഒരുപാട് ഫുഡൊക്കെ ഉണ്ട്, നമ്മളൊന്നും ട്രൈ ചെയ്യുന്നില്ല. നമുക്ക് ടൈമായി വീട്ടിൽ പോകാൻ. നമ്മളതുകൊണ്ട് വീട്ടിൽ പോകുമ്പോഴാണ് ടൈം കണ്ടോ 9 o'clock ആയി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ ബൈ. ഐസും ഉണ്ട് ഗൈസ്. കഫേ കുടുംബശ്രീ ഉണ്ട്. വേണ്ട എല്ലാം കുടുംബശ്രീയുടെയാണ് കേട്ടോ. എല്ലാം കുടുംബശ്രീയുടെയാണോ? അതിനുള്ള കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. വരുമ്പോൾ കളിച്ചൊക്കെ നോക്കും.